ദൈവമക്കളെ, ചില പ്രശ്നങ്ങൾ, ചില ദോഷങ്ങൾ, ചില വ്യക്തികൾ ഇനി അത് ഒരിക്കലും തിരിച്ചു വരത്തില്ല. അതിശക്തമായൊരു സമാധാനം ദൈവം ഉറപ്പുവരുത്തി നിങ്ങളുടെ ജീവിതത്തെ തൻ്റെ ഭദ്രത കൊണ്ട് നിറയ്ക്കുന്ന ഒരു അനുഗ്രഹീതമായ പകലിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഇന്നത്തെ ഒരു പ്രവചന ദൂതിലേക്ക് നിങ്ങളെ എല്ലാം വളരെ സന്തോഷത്തോടെ നമ്മുടെ വലിയവനായ യേശു കർത്താവിൻ്റെ പരമോന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്നേഹവന്ദനം ചൊല്ലുന്നു. 104 സങ്കീർത്തനത്തിൻ്റെ 9 വചനം, ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിർ ഇട്ടു. അതിന് തൊട്ടു പുറകിൽ പറയുന്നു, മലകൾ പൊങ്ങി, താഴ്വരകൾ താണു, നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഭൂമിയിൽ സമുദ്രം, വെള്ളം ശക്തമായി ഉയർന്നു വരുന്നു. എന്നാൽ ഭൂമിയെ മൂടത്തക്ക വിധം സമൃദ്ധിയുള്ള ഈ കടല് ഇരച്ച് കയറി ഒരു കടലാക്രമണം നടത്തി കരയെയും വിഴുങ്ങാതിരിക്കേണ്ടതിന് സമുദ്രത്തിലെ തിരമാലകളുടെ ഗർവത്തിന് പഞ്ചസാര മണലുകൾ കൊണ്ട് അതിരിട്ടിരിക്കുന്ന കർത്താവ് ഭൂമിയെ മൂടേണ്ടതിന് അത് തിരിച്ചു വരാതിരിപ്പാൻ അതിനൊരു അതിര് നിശ്ചയിച്ചിരിക്കുന്നതായി ഈ ദൈവവചനം നമ്മളോട് പറയുന്നു. ഈ പരിശുദ്ധ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോടൊരു വ്യക്തമായ കാര്യം പറഞ്ഞു. ചില പ്രശ്നങ്ങൾ തിരിച്ചു വരുമോ എന്നുള്ളതിൻ്റെ ഭയത്തെ ദൈവം ഇന്ന് രാവിലെ തൊടുകയാണ്. ഭീഷണി മുഴക്കി ഇറങ്ങിപ്പോയിരിക്കുന്ന ചില ആൾക്കാർ, ഞങ്ങൾ ഇനിയും വരുമെന്നുള്ളതായ ഒരു സൂചന തന്നിട്ട് വാങ്ങിപ്പോയി താൽക്കാലികമായി കൺമുമ്പിൽ നിന്ന് മറഞ്ഞിട്ട് ഒരു അപകടകരമാംവിധം ജീവിതത്തിന് ദോഷം വരുത്താൻ പ്രത്യക്ഷപ്പെട്ടേക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ചില വല്ലാത്ത വിനകൾ, ഇനി അതിന് നിങ്ങളുടെ ജീവിതത്തോട് ഈ ദൂത് കേൾക്കുക നിമിത്തം അടുത്തു വരുവാൻ കഴിയാത്ത വിധം ദൈവം സദാകാലത്തേക്കും ഒരു അതിരിനെ ഇടാൻ പോകുകയാണ്. ദൈവം ഒരു ബൗണ്ടറി കെട്ടുന്നു. അതിനി ഒരിക്കലും ഒരു ഗർവമുള്ള സമുദ്രത്തിലെ ശക്തമായ തിരയ്ക്കും കടന്നു കയറാൻ കഴിയാത്ത വിധം അതൊരു പെർമനൻ്റ് ആയിരിക്കുന്ന ബൗണ്ടറി തന്നെയായിരിക്കും. ദൈവം ഇന്ന് നിന്റെ ജീവിതത്തിനൊരു സ്വസ്ഥതയും അതിതീവ്രമായൊരു സമാധാനത്തിൻ്റെ അതിരും നിശ്ചയിക്കുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് ഈ വാക്കിന് അടിവരയിട്ടോണം. നിന്റെ തലയ്ക്ക് മീതെ ഉയർന്നൊഴുകുവാൻ ശേഷിയുണ്ടെങ്കിലും മറഞ്ഞുപോയാൽ പിന്നെ ഒരിക്കലും ഉയരാൻ കഴിയാത്ത വിധം നിന്നെ അഗാധങ്ങളിലേക്ക് വലിച്ചു താഴ്ത്താത്തക്ക വിധം ശക്തിയുള്ള ചില പ്രശ്നങ്ങളെ തന്നെ നോക്കിയാണ് കർത്താവ് പറയുന്നത്. തിരികെ വന്ന് നിന്നെ മൂടിക്കളയാൻ അത് വരാതിരിപ്പാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് പോയ വഴി പൊയ്ക്കോണം, തിരിച്ചു വന്നേക്കരുത് എന്ന നിലയിൽ ചിലതിന് ദൈവം കൽപ്പന കൊടുത്ത് വിടുകയാണ്. ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഇനി ഒരു നാളും കാണുകയില്ല. ഈ ഫറവോൻ ഇനി നിങ്ങളെ ആക്രമിക്കുകയില്ല. നിങ്ങളുടെ കൺമുമ്പിൽ അവൻ്റെ മൃതശരീരം ഒഴുകുന്ന കാഴ്ച ദൈവം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഇസ്രയേലിന് ഉറപ്പ് നൽകുന്നത്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു ശത്രു ഉണ്ടാകുകയില്ല എന്ന്. ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ കണ്ണിൻ്റെ മുൻപിൽ നിനക്ക് വേദനയും വല്ലാത്ത നിരാശയും, ഒരു ഫോൺ കോൾ വരുമ്പോൾ തന്നെ ശരീരം വിറച്ചു പോകത്തക്ക നിലയിലുള്ള ചില വല്ലാത്ത പ്രതിസന്ധികൾ നീ നേരിടുമ്പോൾ നിന്റെ ഭയം വിതയ്ക്കുന്ന സാഹചര്യത്തിൻ്റെ കാരണത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ കൈകാര്യം ചെയ്യുകയാണ്. യേശു നിന്നോട് പറയുന്നു, ഇനി അത് തിരിച്ചു വരികയില്ല. ചില കുടുംബങ്ങളിൽ നിന്നും പടിയിറങ്ങിപ്പോയ ചില വലിയ പ്രശ്നങ്ങൾ ഇനി അത് കയറി വരാതെ വിധം ദൈവം അതിൻ്റെ വാതിൽ അടച്ചു കളയുകയാണ്. നിന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്ന ചില ശത്രുക്കൾ മടങ്ങി വന്നാലോ എന്ന് നീ ഭയപ്പെടുന്ന ആ ദോഷം വിതയ്ക്കുന്ന വ്യക്തികളുടെ മുഖത്തെ നോക്കി തന്നെ ഞാൻ പറയുന്നു, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ പിക്ചർ ഞാൻ എടുത്തു കളയുക. ഇനി അത് തിരികെ വരികയില്ല. പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ വന്ന് ശരീരത്തിൽ സൈലൻ്റായി മെല്ലെ മെല്ലെ കുറഞ്ഞു പോയൊരു രോഗം അതിനി ഒരിക്കൽ കൂടെ എൻ്റെ ദേഹത്ത് കയറി വരുമോ എന്നുള്ള ആ പേടിയുണ്ടല്ലോ, ഇനി വേണ്ട. ഒരനദർ എപ്പിസോഡ് ഇനി നിന്റെ ശരീരത്തിൽ ഉണ്ടാകില്ല. വന്നത് വന്നു, പോയത് പോയി. ഇനി രണ്ടാമതൊരവസരം അതിനില്ല. ഇന്ന് നീ കേൾക്കുന്ന ഈ കൃപയുടെ ശബ്ദം നിന്റെ ജീവിതത്തിന് ദൈവം നൽകുന്ന സ്വസ്ഥതയുടെ ഒരു അതിരായി വെളിപ്പെടുകയാണ്. നിന്റെ ജീവിതത്തിൽ ഉണ്ടായ ചില ദുരന്തങ്ങൾ
കുഞ്ഞെ, നിന്റെ ലൈഫിലുണ്ടായ ചില വല്ലാത്ത തകർച്ചകൾ, ഇനി അതിനൊരിക്കൽ കൂടെ ഒരു അവസരം നിന്റെ ജീവിതത്തിൽ ഇല്ല എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഭൂമിയെ മൂടുവാൻ തക്ക വിധം മടങ്ങി വരാതിരിക്കേണ്ടതിന് ദൈവം അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിർ ഇട്ടു. ഈ വാക്ക് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കടന്നുകൂടാത്ത ഒരു അതിര്. പലതും പലർക്കും ഭേദിക്കാൻ കഴിയുമായിരിക്കും, പല വേലികളും പലർക്കും പൊളിപ്പാൻ പറ്റുമായിരിക്കും, പല മതിലുകൾ ഇടിക്കാനും ചില മതിലുകൾ ചാടിക്കടക്കാനും ചിലർക്ക് വിരുതുണ്ടായിരിക്കും. പക്ഷേ ദൈവം ഇന്നിടുന്ന അതിര് കടന്നുകൂടാത്തൊരതിരാണ്. നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറയ്ക്ക്, നിന്റെ നന്മയ്ക്ക് ദൈവം ഇടുന്ന അതിര് ഒരു ദുഷ്ടനും കടന്നുകൂടാത്തൊരതിരാണ്. ആ അതിര് മറികടന്ന് അതിനെ കവച്ചു വച്ച് കയറി വന്ന് നിന്റെ ജീവിതത്തിന് വിനകൾ സൃഷ്ടിപ്പാൻ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും കഴിയാത്ത വിധം ദൈവം അതിൻ്റെ മേഖലകളെ സുഭദ്രമാക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നൽകുന്ന ഈ ആലോചനയുടെ മുമ്പിൽ അതിതീവ്രമായ ബലം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഞാൻ ഈ ദൈവാലോചന പറയുമ്പോൾ ചില കേസുകൾ ഇല്ലാതാവുകയാണ്, ചില വല്ലാത്ത കുരുക്കുകളെ ദൈവം പൊട്ടിച്ചു കളയുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടോ പുറകോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ സമ്മതിക്കാതെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന ചില പ്രശ്നങ്ങൾ, ഇന്ന് പകൽ ദൈവകൃപയാൽ അത് അവസാനിക്കാൻ പോകുകയാണ്. ഈ ദൈവാലോചന കേൾക്കുന്നതോടുകൂടെ ചില പ്രശ്നങ്ങൾക്ക് എന്നേക്കുമായി തിരശ്ശീല വീഴും. ചിലതിന് ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടും. ഇനി ചിലത് ആവിർഭവിപ്പാതിരിക്കേണ്ടതിന്, ചിലതിൻ്റെ രൗദ്രത കണ്ട് നീ വിറങ്ങലിക്കാതിരിക്കേണ്ടതിന് ദൈവം താൻ ഒരുക്കുന്നൊരു ശാശ്വത സമാധാനത്തിൻ്റെ പുത്തൻ അന്തരീക്ഷം ദൈവം നിന്റെ ജീവിതത്തിൽ തന്നെ നിനക്ക് തണലായി ബലമായി ഇന്ന് രാവിലെ ഒരുക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. കടന്നുകൂടാത്ത, ഒരിക്കലും കടന്നുകൂടാത്ത ഒരു അതിര്, നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിരിട്ടു. ഇന്ന് രാവിലെ നിന്റെ കുടുംബത്തിൻ്റെ ചുറ്റും ആ അതിര് വീഴുകയാണ്. നിന്റെ ദേശത്തു നിന്നുള്ള ഒരുവിധമായ അന്യായമായ ബന്ധനങ്ങളോ ദോഷങ്ങളോ നിന്നെ അലട്ടാത്ത വിധം നീ പാർക്കുന്ന നിന്റെ വീടിന്, നീ പണിത് വെച്ചിരിക്കുന്നതോ നീ കെട്ടിത്തിരിച്ചതോ ആയ അതിരിന് അതീതമായി ദൈവത്തിന്റെ അധികാരമുള്ള കരത്താൽ ഒരു അതിരിന്ന് പകൽ വീഴുകയാണ്. കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൊണ്ടുവന്ന സ്ത്രീക്ക് വേണ്ടി നിലത്ത് തന്റെ വിരലുകൾ കൊണ്ട് എഴുതിയ യേശുവിന്റെ കൈവിരലുകൾ നിന്റെ ഭവനത്തിന് ചുറ്റും ഇന്ന് രാവിലെ താൻ തൻ്റെ ദിവ്യമായ കരത്താൽ ഒരു അതിര് വരയ്ക്കുകയാണ്. ചിലതിനി മറികടക്കാതെ വണ്ണം, ചിലതിൻ്റെ രൗദ്രതകളെ പടിക്കപ്പുറം നിർത്തത്തക്ക വിധം, ചിലതിനെ പിടിച്ചു കെട്ടിയതുപോലെ ഒഴിച്ചു മാറ്റുന്ന ഒരു ദൈവ പ്രവൃത്തി നിനക്ക് വേണ്ടി ഇറങ്ങുന്നു. ഒരു പരിധിക്കകത്ത്, ഒരു പ്രൊട്ടക്ഷൻ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ഏരിയക്കകത്ത് ദൈവം നിന്റെ ജീവിതത്തിന് വേണ്ട സകല ഐശ്വര്യങ്ങളും നൽകി നിന്നെ ഭദ്രതയോടും ക്ഷേമത്തോടും കൂടെ മുന്നോട്ടേക്ക് നയിക്കുകയാണ് എന്ന് ദൈവാത്മാവ് ഇന്ന് രാവിലെ നിന്നോട് ആലോചന പറയുന്നു. അടുത്ത തവണ ഞാൻ എഴുതാൻ പോകുന്നു, ദൈവമേ ഞാൻ തോറ്റുപോകുമോ? നീ ചിന്തിച്ചേക്കരുത്. വിജയമാണ് നിന്റെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അനുഗ്രഹിക്കാൻ പോകുക ദൈവം നിന്നെ. കർത്താവ് ഇന്നത്തെ ദൈവിക ദൂതിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ തിരുസാന്നിധ്യം തേടി ഓടി വന്നിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇവരുടെ മനസ്സിന് ബലം നൽകുന്ന, ഇവരുടെ സാഹചര്യങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു വലിയ ദൈവ ശബ്ദം ഞങ്ങൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ദൂതൊരു മതിലിനെ പോലെ, ഈ ദൂത് ഒരു വലിയ അതിര് പോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ സകല നന്മകൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ചുറ്റും ഒരു വലിയ ദൈവിക പരിപാലനത്തിൻ്റെ അതിരായി രേഖയായി എഴുന്നേൽക്കുന്നതിനായിട്ട് സ്തോത്രം. അഗ്നി ജ്വലിക്കുന്ന ഒരു പ്രത്യേക പരിപാലനം, ഒരു പ്രത്യേകമായിരിക്കുന്ന പ്രൊട്ടക്ഷൻ, ഒരു ദുഷ്ടശക്തികൾക്കും നോക്കാൻ പോലും കഴിയാത്ത വിധമുള്ള അഗ്നിമയമായിരിക്കുന്ന ഒരു ബൗണ്ടറി ദൈവാത്മാവ് ഇന്ന് ഞങ്ങൾക്ക് ചുറ്റും ഒരുക്കിയിരിക്കുകയാൽ സ്തോത്രം. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയവും, എനിക്ക് ചുറ്റും പരിചയവും, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, ദയയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നേരിൽ കാണാൻ 2 സുവർണാവസരങ്ങൾ നമുക്കുണ്ട്. കോട്ടയത്ത് നമ്മുടെ ആത്മീക ശുശ്രൂഷകൾ നടക്കുന്ന IMA ഹാളിൽ ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ നിങ്ങൾക്ക് വരാം. ചിലർ ചോദിക്കുന്നുണ്ട് അവിടെ വരുന്നതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന്. വരിക, പ്രാർത്ഥനയിൽ പങ്കുചേരുക, പ്രാർത്ഥനയ്ക്ക് ശേഷം വരുന്ന ആൾക്കാരെ കണ്ട് പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ.
അവിടെ വരിക, നിങ്ങളുടെ ആവശ്യം പറയുക, പ്രാർത്ഥിക്കുക, സമാധാനത്തോടെ പോവുക. മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ വരിക. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ വിടുതലിന് കാരണമായി തീരും. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മഹാസ്നേഹം, യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.